ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായി ഏറെ ആനന്ദത്തോടെ നമുക്ക് അവന്റെ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തുവാനായി പോകുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ വലിയൊരു പ്രത്യേകതയെക്കുറിച്ചാണ്. ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനും ഈ വചനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം അഭിഷേചിതമാകുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 40-41 തിരുവചനങ്ങള്. അവർ അപ്പോസ്തലന്മാരെ അകത്തു വിളിച്ച് വളരെയധികം പ്രകരിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് അവരോട് കൽപ്പിച്ച് അവരെ പറഞ്ഞയച്ചു. യേശുവിന്റെ നാമത്തെ പ്രതി അപ്പോസ്തലന്മാർക്ക് ഒരുപാട് സഹനങ്ങൾ ഉണ്ടാവുകയാ, പ്രഹരങ്ങൾ കിട്ടുകയാ, പീഡനങ്ങൾ കിട്ടുകയാ. യേശുവിന്റെ നാമം പ്രഘോഷിക്കരുതെന്നും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്നും അപ്പോസ്തലന്മാരോട് അവര് പറഞ്ഞു. എന്നാൽ വീണ്ടും 41-ാം വചനത്തിൽ ദൈവാത്മാവ് പറയുക, അവരെന്താ ചെയ്തത്? അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന് മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഈ അപ്പോസ്തലന്മാർക്കെല്ലാം ഇതുപോലെ നിന്ദനങ്ങളും പീഡനങ്ങളും സഹനങ്ങളും കിട്ടിയതിന് കാരണം അവർ യേശുവിന്റെ നാമത്തെ ഉയർത്തിയതുകൊണ്ടാണ്, അവർ ക്രിസ്തുവിന്റെ നാമത്തെ വഹിച്ചതുകൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ നാമം അപമാനങ്ങൾ സഹിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്ന നാമമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ മാത്രമല്ല, യേശുവിന്റെ നാമത്തിൽ നമുക്ക് അത്ഭുതം മാത്രമല്ല, യേശുവിന്റെ നാമത്തിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമല്ല, യേശുവിന്റെ നാമ മുഖാന്തരം നമുക്ക് അഭിഷേകം മാത്രമല്ല, ഈ ഒരു വലിയ അനുഗ്രഹം കൂടി കർത്താവ് തരുക. എന്താണ് അനുഗ്രഹം? യേശുവിന്റെ നാമത്തെ പ്രതി അപമാനങ്ങൾ സഹിക്കാൻ, പീഡനങ്ങൾ സഹിക്കാൻ, നിന്ദനങ്ങൾ സഹിക്കാൻ, കഷ്ടതകൾ സഹിക്കുവാൻ ആ നാമം നമ്മെ യോഗ്യരാക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനം ഇന്ന് വളരെയധികം കൃത്യമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിൽ പല ഭാഗങ്ങളിലും ക്രിസ്തീയതയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ക്രിസ്തീയതയെ തകർക്കുവാനായി ഒരുപാട് ശക്തികൾ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈജിപ്തിൽ അനേകം വിശ്വാസികള് അവർ വധിക്കപ്പെട്ടു. അവർ കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനുശേഷം ആ ദേവാലയത്തിന് പുറത്തു വരുന്ന സമയത്ത് പെട്ടെന്ന് ആക്രമണമുണ്ടായി. ഏകദേശം 25ഓളം പേര് മരിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾക്ക് മാരകമായി മുറിവേറ്റു. നമുക്ക് ഇറാഖിലേക്ക് നോക്കി. ഇറാഖിൽ എന്താ സംഭവിക്കണേ? ഇറാഖിലെ സഭ ഇന്ന് വലിയ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. അനേകം ക്രൈസ്തവർ അവരെ കൊല്ലപ്പെടുകയാ. വിശ്വാസത്തെ പ്രതി, യേശു ക്രിസ്തുവിനെ പ്രതി, അവന്റെ നാമത്തെ ഉയർത്തിയതിനെ പ്രതി, ക്രിസ്തുവിന്റെ നാമത്തെ വഹിച്ചതിനെ പ്രതി ഒരുപാട് വിശ്വാസികൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത നാളുകളിൽ നമ്മൾ അറിഞ്ഞു പാകിസ്ഥാനിൽ എന്താ സംഭവിക്കണേ? മതനിന്ദയുടെ പേരിൽ ഇതാ ഒരു പാവപ്പെട്ട സഹോദരി ജയിലിൽ അടച്ചിരിക്കുന്നു. ഇതൊരു സഹോദരിയുടെ മാത്രം അനുഭവമല്ല. ഇനി ഇതുപോലെ അനേകം വ്യക്തികള് ജയിലിൽ കഴിയുന്നുണ്ട്, തടവിൽ കഴിയുന്നുണ്ട്. എന്തിനെ പ്രതി? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, അവന്റെ വചനത്തെ സ്നേഹിച്ചതിനെ പ്രതി, ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിനെ പ്രതി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യയിൽ എന്താ സംഭവിക്കണേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഏതാനും നാളുകൾക്ക് മുൻപ് ഒറീസയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ വന്ന പീഡനങ്ങൾ എന്തൊരു ദാരുണമായ അതിക്രൂരമായ സംഭവങ്ങളായിരുന്നു. ആ സംഭവത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇതാ അനേകര് ചേർന്ന് ഈ വിശ്വാസം തകർക്കുവാനായി പരിശ്രമിക്കുന്ന അനേകം വ്യക്തികള് ഈ സഹോദരന്റെ സ്വന്തം പിതാവിനെ തന്റെ മുൻപിലിട്ട് വെട്ടിക്കൊല്ലുകയാണ്. ആദ്യം കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു, പിന്നെ വെട്ടി മുറിപ്പെടുത്തി അങ്ങനെ കൊല്ലുകയാ. തന്റെ പിതാവ് തന്റെ മുമ്പിൽ പടഞ്ഞു മരിക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന, തന്നെ വിളിച്ച് തെരഞ്ഞെടുത്ത തന്റെ കർത്താവിനെ
ആരാധിച്ച് മഹത്വപ്പെടുത്തിയും തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച ആ സഹോദരന്റെ അനുഭവം. ഇതുപോലെ ആയിരക്കണക്കിന് പേരാണ് യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നത്. ഇന്ന് ഒറീസയിലെ സഭ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, വരും നാളുകളിൽ ഇതുപോലെ ലോകത്തിന് ഒത്തിരിയേറെ ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അനേകം പീഡനങ്ങളും അപമാനങ്ങളും കഷ്ടതകളും സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളൊന്ന് ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സൗഖ്യവും അനുഗ്രഹവും അഭിഷേകവും മാത്രം സ്വീകരിക്കുന്നവരായി നമ്മൾ മാറിയാൽ മതിയോ? അത് മാത്രം പോരാ. യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനങ്ങൾ സഹിക്കാൻ നമുക്ക് ഇഷ്ടാണോ? യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നിന്ദനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി പീഡനങ്ങളും സഹനങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് അപ്പോസ്തലന്മാരെ പോലെ ആനന്ദത്തോടെ ആർപ്പോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാണോ? പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറണം. ക്രിസ്തുവിന്റെ നാമം നമ്മെ ഓരോരുത്തരെയും അപമാനങ്ങൾ സഹിക്കുവാൻ യോഗ്യരാക്കുന്ന നാമമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? പ്രവാചകനായ ശിമയോൻ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. ആരെല്ലാം യേശുവിന്റെ നാമത്തെ വഹിക്കുന്നുവോ അവർക്കെല്ലാം അപമാനങ്ങൾ ഉണ്ടാകും, കഷ്ടതകളുണ്ട്, നിന്ദനങ്ങളുണ്ട്, സഹനങ്ങളുണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും ഈ തിരിച്ചറിവില്ലായ്മയാ അനേകര് ദുഃഖിക്കുവാനും നിരാശപ്പെടുവാനും തകർന്നിരിക്കുവാനുള്ള കാരണം. കാരണം അനേകര് സൗഖ്യത്തെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, അനേകര് അനുഗ്രഹത്തെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, അനേകര് അഭിഷേകത്തെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി നമുക്ക് നിന്ദനങ്ങളും സഹനങ്ങളും അപമാനങ്ങളും യേശുവിന്റെ നാമത്തെ പ്രതി ലഭിക്കുമെന്നുള്ള വലിയ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ആദിമസഭയ്ക്കെന്ന് നമ്മോട് പറയാനുള്ളത് എന്തുകൊണ്ട് ആദിമസഭ ഇതുപോലെ ശക്തമായി വളർന്നത്? റോമൻ ചക്രവർത്തിമാര് ന്യൂറോ, ഡൊമിഷ്യൻ, ട്രാജൻ, ഹാൻഡ്രിയൂസ്, സെപ്റ്റിമിയൂസ്, ദേച്ചിയൂസ്, വലേറിയൻ, ഡയക്ലിഷ്യൻ ഇവരെല്ലാം ആദിമ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിച്ചു. എന്നാൽ എന്തു സംഭവിച്ചു? ആദിമ സഭയിലെ വിശ്വാസികള് അവർ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് യേശു മതി, ഞങ്ങൾക്ക് യേശു മതി. ഇത് അമ്മമാരുടെ കഴുത്ത് കൊലമരങ്ങളായിട്ട് മാറുകയാ. സ്വന്തം കുഞ്ഞുങ്ങളെ ആ കൈകളിൽ പട്ടാളക്കാർ എടുത്തു കൊടുത്തു. അമ്മമാര് തന്നെ കയറുകൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കഴുത്ത് വരിഞ്ഞു മുറിച്ച് കൊല്ലണം. ഈ സ്വന്തം കുഞ്ഞുങ്ങള് അമ്മമാരുടെ കരങ്ങളിൽ പെടഞ്ഞു മരിക്കുമ്പോൾ പെടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്തുയർത്തിക്കൊണ്ട് അന്നത്തെ അമ്മമാര് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആദിമസഭ അതിശക്തമായി വളർന്നു. ആദിമസഭയിലൂടെ ദൈവത്തിന്റെ മഹത്വവും ശക്തിയും വെളിപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പാടുന്നത്, ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ഈ ഗാനത്തിന്റെ അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാം. ഈ നാളുകളിൽ ഈ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ അഭിഷേകത്തോടെ ഏറ്റുപാടാം. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ഹല്ലേലൂയ. ആദിമസഭയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തി വെളിപ്പെട്ടു. അതുകൊണ്ട് യോഹന്നാന് കർത്താവ് ഈ വെളിപാടുകളെല്ലാം നൽകിക്കഴിഞ്ഞപ്പോൾ സ്മിർണയിലെ സഭയെ നോക്കി യോഹന്നാൻ ഒരു വലിയ കാര്യം വിളിച്ചു പറഞ്ഞു. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്. 9-ാമത്തെ തിരുവചനം, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനങ്ങൾ സഹിക്കുന്നൊരു വ്യക്തിയാണോ നീ? ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി കഷ്ടതകളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ നീ? യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവന്റെ വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട് സഹനങ്ങളും നിന്ദനങ്ങളും അപവാദങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ നീ? എന്നാൽ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുകയാ. നീ സമ്പന്നനാണ്,
മോനെ മോളെ, നിന്റെ ഞെരുക്കം എനിക്കറിയാം, നിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം, നീ കടന്നു പോകുന്ന സഹനങ്ങളും വേദനകളും എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. എന്താ കർത്താവ് പറയുന്നത്? നീ വലിയ സമ്പന്നനാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനങ്ങളും കഷ്ടതകളും നിന്ദനങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ജീവിതങ്ങൾ വലിയ സമ്പന്നതയുള്ള ജീവിതങ്ങൾ അത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറഞ്ഞത് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 1-ാം അധ്യായം 28-29 തിരുവചനങ്ങളിലൂടെ, നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ, അവന്റെ വചനത്തെ പ്രഘോഷിക്കുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. പ്രതികൂലങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, സഹനങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ വിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയാ. എന്താ വചനം പറയുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട. അത് ദൈവത്തിൽ നിന്നുള്ളൊരു അടയാളമാണ്. അത് ദൈവത്തിൽ നിന്നുള്ള അടയാളമാ. അവർക്ക് നാശത്തിന്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും അടയാളം. വീണ്ടും വചനം പറയുക, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമുള്ള ഭാഗ്യവും അനുഗ്രഹവുമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അവന് വേണ്ടി അവനെ പ്രതി സഹിക്കുവാനുള്ള അനുഗ്രഹവും കൂടിയും നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന, കർത്താവിനെ പ്രതി നമുക്കുണ്ടാകുന്ന നിന്ദനങ്ങളും അപമാനങ്ങളും കഷ്ടതകളെല്ലാം വചനം പറയുന്നത് അത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണെന്ന്. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ ആത്മാവിൽ തുള്ളിച്ചാടുവാൻ, ആത്മാവിൽ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് പരസ്പരം വിശ്വാസത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറണം. പക്ഷെ പൗലോസ് തന്റെ സഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് പൗലോസ് അപ്പോസ്തലനെ വലിയ ഇഷ്ടമാണ്. കാരണം തീ പിടിച്ച ഒരു ആത്മാവായിരുന്നു പൗലോസ്. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എത്രമാത്രം അവൻ സഹിച്ചു. എന്തോരം കഷ്ടനഷ്ടങ്ങളിലൂടെ പക്ഷെ പൗലോസിലേക്ക് കടന്നുപോയി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ അവിടെ തന്റെ സഹനത്തെക്കുറിച്ച് എന്താണ് പൗലോസ് ലീഗ പറയുന്നത്? നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 23-ാം തിരുവചനത്തിൽ, വളരെ കൂടുതൽ ഞാൻ കാരാഗ്രഹം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. വിജന പ്രദേശത്തും കടലിൽ വെച്ചും അപകടങ്ങളിൽ ഞാൻ അകപ്പെട്ടു. എന്നാൽ പൗലോസ് പറഞ്ഞു, റോമാക്കാർക്ക് ലേഖനം 8:35, എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ഒരു ശക്തിക്കും ഈ ബന്ധം മുറിക്കാൻ പറ്റില്ല. ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം വേർപിരിക്കുവാൻ, മുറിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു, യേശുവിനെ പ്രതി സഹിക്കുന്ന ഈ സഹനങ്ങൾക്കും അപമാനങ്ങൾക്കും നിന്ദനങ്ങൾക്കെല്ലാം വലിയൊരു പ്രതിഫലം ലഭിക്കാനുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രമാത്രം അവനോടുള്ള സ്നേഹത്തെ പ്രതി ഇതുപോലെ നിന്ദനങ്ങളും കഷ്ടതകളും അപമാനങ്ങളും വിശ്വാസത്തെ പ്രതി സഹനങ്ങളും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എത്രമാത്രം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പ്രിയ ദൈവമക്കളെ, ഇതുപോലൊരു വിശ്വാസ വീര്യത്തിലേക്ക് ഇനി നമ്മൾ കടന്നു വരണം. നമ്മളിങ്ങനെ പോയാൽ പോരാ. നമ്മുടെ ജീവിതങ്ങൾ യേശുവിനായി ഉണരണം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതങ്ങൾക്ക് ജ്വലനമുണ്ടാകണം. കുടുംബങ്ങൾ ഉണരണം, ദേശങ്ങൾ ഉണരണം, സഭാ സമൂഹങ്ങൾ ഉണരണം, കുഞ്ഞുങ്ങൾ ഉണരണം, യുവജനങ്ങൾ ഉണരണം, ദമ്പതികൾ ഉണരണം, ബഹുമാനപ്പെട്ട സമർപ്പിതരും വൈദികരും ക്രിസ്തുവിനായി ഉണരണം. യേശു പറഞ്ഞിട്ടില്ല, എന്റെ പുറകെ നിങ്ങൾ വന്നാൽ, എന്നെ നിങ്ങൾ പ്രഘോഷിച്ചാൽ, എന്റെ നാമത്തെ നിങ്ങൾ ഉദ്ഘോഷിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രതിസന്ധികൾ ഉണ്ടാവില്ല, ഒരു അല്ലിലും അലച്ചിലും ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്ത് ആകുമെന്ന് നമ്മുടെ കർത്താവ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ എന്താണ് യേശു പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും. യേശു ക്രിസ്തുവിനെ ആര് പ്രഘോഷിക്കുന്നുവോ,
അവരുടെ യേശുവിന്റെ നാമത്തെ ആര് ഉയർത്തുന്നുവോ അവർക്ക് ഞെരുക്കങ്ങളുണ്ട്. പക്ഷേ ഈ ഞെരുക്കങ്ങളൊന്നും അവരെ സംബന്ധിച്ച് ഞെരുക്കങ്ങളല്ല, അവരെ സംബന്ധിച്ചത് വലിയ അനുഗ്രഹങ്ങളാ, അവരെ സംബന്ധിച്ചത് വലിയ അനുഗ്രഹങ്ങളാ. ഇത് വിശുദ്ധർക്ക് നമ്മോട് പറയാനുള്ളത്, വിശുദ്ധർക്ക് നമ്മോട് ഇതാ പറയാനുള്ളത്, അപ്പോസ്തലന്മാർക്ക് നമ്മോട് ഇത് പറയാനുള്ളത്. അവർക്ക് ഒരുപാട് അനുഭവിച്ച യേശുവിനെ പ്രതി, പക്ഷേ അതൊന്നും സഹനമായിട്ടോ കഷ്ടപ്പാടായിട്ടോ വേദനയായിട്ടോ കണ്ണുനീരായിട്ടോ അല്ലെങ്കിൽ അപമാനമായിട്ടോ അവർക്ക് തോന്നിയില്ല. അവർക്കത് വലിയ ത്രില്ലായിരുന്നു, അവർക്കത് ആനന്ദമായിരുന്നു, ഒരു ലഹരിയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അഭിഷേകമാ ഈ നാളുകളിൽ ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടത്. അപ്പോസ്തലന്മാരെ പോലെ നമുക്കും വിളിച്ചു പറയാൻ പറ്റണം, യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനങ്ങളും കഷ്ടതകളും സഹിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ നമുക്ക് പറ്റണം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലൊക്കെ ഒരുപാട് ഇതുപോലെ പല വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അപവാദങ്ങൾക്ക് ഇരയാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം എന്റെ ആത്മാവിനെ ശക്തീകരിച്ച ഒരു തിരുവചന ഭാഗമുണ്ട്. ഇന്നും പലപ്പോഴും വചനം വായിക്കുമ്പോൾ ഒരു പ്രത്യേകമായ അഭിഷേകം എന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകാറുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അനേകർക്ക് ഇത് അഭിഷേകമായി മാറും. അനേകരുടെ ജീവിതത്തിലേക്ക് ഇത് അഭിഷേകം പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രേരിപ്പിക്കുന്നു. ഒരുപാട് നിന്ദനങ്ങളും കഷ്ടതകളും അപമാനങ്ങളും ജീവിതത്തിലുണ്ടായി. ജീവിതത്തോട് തന്നെ വിരക്തി തോന്നി, മടുപ്പ് തോന്നി, ആവേശം കെട്ടടങ്ങി. ഇതെന്തിനാ, ഇതാർക്കു വേണ്ടിയ എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്കും നിരാശയിലേക്കും തളർച്ചയിലേക്കും പോയ ഒരുപാട് ജീവിതങ്ങളെ ഇപ്പോൾ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രകാരമുള്ള ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മ വിളിച്ചു പറയാ, ഇത് കർത്താവിന്റെ സ്വരമാണ്. സഹോദര, ഇത് കർത്താവിന്റെ സ്വരമാ. പ്രിയ സഹോദരി, ഇത് കർത്താവിന്റെ സ്വരമാ. കർത്താവിന്റെ സ്വരത്തിൽ നിനക്കുള്ള വിടുതലുണ്ട്. കർത്താവിന്റെ സ്വരത്തിൽ നിനക്കുള്ള ശക്തിയുണ്ട്. കർത്താവിന്റെ സ്വരത്തിൽ നിനക്കുള്ള അഭിഷേകമുണ്ട്, പ്രത്യാശയുണ്ട്, നിത്യജീവനുണ്ട്. ശ്രദ്ധിക്കുക, എന്താ യേശു പറഞ്ഞത്? മലയിലെ പ്രസംഗത്തിൽ, ആ ഗിരിപ്രഭാഷണത്തിൽ യേശു വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം, നമുക്ക് ആ തിരുവചന ഭാഗം ഒന്ന് വേഗത്തിലെടുക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു 11 മുതലുള്ള തിരുവാക്യങ്ങൾ, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ അവശരാണെന്നല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വളരെ പോക്ക് കേസുകളാണെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് യേശു തന്നെയാ പറഞ്ഞത്. പ്രിയ സഹോദര, നീ ഇങ്ങനെ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. പ്രിയ സഹോദരി, ഈ വിധം നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നീ തുള്ളിച്ചാടണം, നീ ആത്മാവിൽ തുള്ളിച്ചാടണം, പരിശുദ്ധാത്മാവിൻ ആനന്ദത്താൽ തുള്ളിച്ചാടണം. യേശു പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്റെ നാമത്തെ പ്രതി നിന്ദനങ്ങൾ കഷ്ടതകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ, നിങ്ങൾക്കെതിരെ എല്ലാവിധ തിന്മയായ വ്യാജമായ ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. തുടർന്ന് കർത്താവ് നിർത്തിയില്ല, ഒരു കാര്യം കൂടി കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. ഈ പ്രതിഫലത്തിലേക്ക് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല സഹനങ്ങളെ ഓർത്തും അപമാനങ്ങളെ ഓർത്തും കർത്താവിനെ നന്ദി പറയുവാൻ, അവനിൽ ആർപ്പിടുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് ഒഴുകപ്പെടുവാൻ, വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് പകരുന്ന അഭിഷേകത്തെ കൂടുതലായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ നിരാശരാകരുത്, അസ്വസ്ഥരാകരുത്. കർത്താവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചുകൊണ്ട് അവന് വേണ്ടി നിലകൊള്ളു, അവന്റെ നാമത്തുയർത്ത്. അങ്ങനെ സഭയെ നമുക്ക് പടുത്തുയർത്താം, കുടുംബങ്ങളെ, ദേശങ്ങളെ നമുക്ക് യേശു ക്രിസ്തുവിനായി നേടാം. ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ പകരുകയാണ്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ.
ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. പരമപരിശുദ്ധനായ കർത്താവിന്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വഴി നടത്തുകയായിരുന്നു. നമ്മുടെ കർത്താവിന്റെ നാമം അപമാനങ്ങൾ സഹിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്ന നാമമാണ്. കർത്താവിന്റെ നാമത്തിന് ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കർത്താവ് തന്റെ അഭിഷിക്ത കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നിന്ദനങ്ങളും അപമാനങ്ങളും കഷ്ടതകളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്നിരിക്കുന്ന എല്ലാ ആ നിന്ദനങ്ങളുടെയും അപമാനങ്ങളുടെ അവസ്ഥകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. യേശുവിന്റെ നാമത്തെ പ്രതി നമുക്ക് സഹിക്കേണ്ടി വന്ന സകല സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ ഈ സമയം കർത്താവിന്റെ തിരുമുമ്പിൽ ഏൽപ്പിക്കാം. ഈ ആരാധന നിമിഷങ്ങളിലായിരിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഒഴുകപ്പെടുകയാണ്. അവന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ കർത്താവ് സകലത്തിനും അതിയായവനാ. നമ്മൾ വിഷമിപ്പിക്കുന്ന സകല പ്രശ്നങ്ങള്, എല്ലാ പ്രതികൂലങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വിഷയങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അത്ഭുതമായി ഒരുക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് യേശുവിനെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ആവശ്യങ്ങളെ, നിയോഗങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കർത്താവെ കരങ്ങൾ നീട്ടണമേ. പലപ്പോഴും നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, വിമർശിക്കപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് കർത്താവെ. എന്നാൽ ഇന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു, ഇതിനെല്ലാം വലിയ പ്രതിഫലമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. നിത്യതയെ നോക്കിക്കൊണ്ട്, സ്വർഗത്തെ നോക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഉണ്ടാകുന്ന സകല കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ആനന്ദമുള്ളവരായി കർത്താവെ എപ്പോഴും നിന്നെ മാത്രം ആശ്രയിച്ച് നിന്റെ മഹത്വത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധന നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് യേശു നൽകുന്ന ഈ അഭിഷേകത്തെ സ്വീകരിക്കാം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും ഈ അഭിഷേകത്തെ ഏറ്റുവാങ്ങാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റുവാങ്ങാം, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഏറ്റുവാങ്ങാം. ഇതാ സ്വർഗം തുറക്കപ്പെടുന്ന സമയം, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം. വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ നാമത്തെ പ്രതി ഞങ്ങൾക്കുണ്ടാകുന്ന അപമാനങ്ങളിൽ, നിന്ദനങ്ങളിൽ, കഷ്ടതകളിൽ ആനന്ദമുള്ളവരായി, ആ അഭിഷേകമുള്ളവരായി ജീവിക്കുവാനുള്ള വലിയ കൃപാവരം ഞങ്ങളിലേക്ക് പകരണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ.